പൂവാടി പെണ്ണെ അച്ഛനെ കാണാം പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വാട്ടെ പഞ്ചുട്ടിയിട്ട് അച്ഛനെ കാണാം പൂവാടി പെണ്ണെ ഇക്കൊല്ലം നമ്മള് തോറ്റം കളിച്ചില്ല തോറ്റം കളിപ്പാട്ട് തൊപ്പനമായി ആണ്ട് പിറന്നലതാവില്ല പെണ്ണെ അച്ഛനെ കാണാം പൂവാടി പെണ്ണെ അച്ഛനെ കാണാം പൂവാടി പെണ്ണെ അച്ചപ്പം കൊയിലപ്പം വാട്ടെ പഞ്ചുട്ടിയിട്ട് അച്ഛനെ കാണാം പൂവാടി പെണ്ണെ കണ്ടത്തിലിറങ്ങിയ പിന്നെ കാണാണ്ടാവുന്നില്ല. കണ്ടാലറിയാവുന്ന ഒരാളെ അല്ല സാറ് ലോങ് ലീവ് എടുത്ത് ഈ കണ്ടം പൂട്ടാനായിട്ടായിരുന്ന. എടാ ഇത് വെറുതെ വലിയ സാറുമാർക്ക് മൈൻഡ് ഫ്രഷ് ആകണമെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പിന്നെ പൂന അവിടൊക്കെ പോണം. പക്ഷെ സത്യനാഥന്റെ മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള പാടത്തെ പണികളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കണത്. ലോങ് ലീവ് എടുത്ത് കേസ് അന്വേഷിക്കാണെന്ന് കരുതിയിട്ടല്ലേ ഞാൻ ലീവ് എടുത്തത്. ലീവ് എടുത്തത് കേസ് അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാ. പക്ഷേ ചില പോയിന്റ്സ് ക്ലിയർ ചെയ്യാനുണ്ട്. അതെന്താ? കൊല നടന്ന ആ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഫോൺ കോൾ, വിമൽ മരിച്ചു കിടന്ന ആ കെട്ടിടത്തിൽ അങ്ങനെ ഒരു ഡെഡ് ബോഡി കാണപ്പെട്ടാൽ സാധാരണഗതിയിൽ അത് ഉടനെ അങ്ങ് പുറത്തറിയാൻ വഴിയില്ല. മർഡർ നടന്ന ഏതാനും മിനിറ്റുകൾക്കകം ഒരാളത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണമെങ്കിൽ ഒരുപക്ഷെ അയാളാകാം സഞ്ജനയുടെ സഹായിയായി അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അല്ല സാറേ, അയാളെ കൊലപാതകത്തിന് സഹായിച്ചെങ്കിൽ അയാൾ തന്നെ പോലീസിന് വിവരം അറിയിക്കോ? കുടുങ്ങൂലേ? സഞ്ജൻ ഒരിക്കലും തന്റെ പേര് പറയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളായി കൂടെ അത്. എന്നാൽ അയാൾക്ക് സഞ്ജനയെ കൊടുക്കണമെങ്കിലോ? മനസ്സിലായില്ല സാർ. അരണ്യോ അല്ല ഇപ്പൊ പറഞ്ഞത്? ഇടോ സിനിമ ഫീൽഡ് അല്ലേ, പോരാത്തതിന് ഹൽവ പീസ് പോലത്തെ ഒരു പെണ്ണും. ചില ചുറ്റിക്കളികൾ അവൾക്കുള്ളതായിട്ട് ന്യൂസ് കേട്ടിരുന്നു ആ സംവിധായകൻ ഗൗതമനുമായിട്ട്. അയാൾക്കാണെങ്കിൽ ഭാര്യ മക്കളും ഉണ്ട്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. അങ്ങനെ വന്ന എന്താ ചെയ്യാ? അവളെ കൊടുക്കാൻ കിട്ടിയ അവസരം വെറുതെ കളയോ? കിത്തന കരം ബേട്ടി, എന്തോ കുട്ടിക്ക് കാര്യം പിടികിട്ടിന്ന്. I am Nandini Verma from CBI. Yes. സഞ്ജനയുടെ മൊഴി പോലെ കുത്തിയത് അവളാകാമെന്ന് വിശ്വസിച്ചാൽ പോലും തലക്കേറ്റ മാരകമായ അടിയാണ് വിമലിന്റെ മരണകാരണം. സോ സഞ്ജനയ്ക്കൊരു സഹായം ഉണ്ടായിരുന്നു. അവൾക്ക് ഏറെ അടുപ്പമുള്ള ആളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങളെ സംശയിക്കാം. അങ്ങനെ ഏറെ അടുപ്പമൊന്നുമില്ല മാഡം. ഒരു ഡയറക്ടറും ഒരു ഹീറോയിനും, യു നോ വാട്ട് ഐ മീൻ ഇസ് 4 പടങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഒരു അടുപ്പം, അത്രേ ഉള്ളൂ. അപ്പോ ഇതോ? ഈ മഞ്ഞപ്പത്രക്കാരൻ മാത്രമേ ഇങ്ങനെ ഒരു ന്യൂസ് എഴുതിയിട്ടുള്ളൂ. എനിക്ക് രണ്ടുപേരെയും വിശ്വാസാ. ഈ വീട്ടിൽ പോലും ഏത് പാതിരാത്രിക്കും ഞാൻ ആ കുട്ടിക്ക് ഒരു മുറി മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, സത്യമാ മാഡം. ഫ്രെയിം ന്യൂസ് ജനാർദ്ദനൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോലെ സഞ്ജനയും അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രെയിം ന്യൂസ് ജനാർദ്ദനൻ. പന്നികൾ കൂട്ടം കൂട്ടമായി വരുവേ, ആന സിംഗം സിംഗിളത്താൻ വരുവേ. இந்த பாரு, அந்த டே மட்டுமல்ல, ஒரு மாசத்து பில்லு கிடைச்சாச்சு. போனுக்கு அப்புறம் பில்லு இந்த சிவாஜிக்கு அப்புறம் எவன்டா? ഈ നമ്പറിന്റെ കഴിഞ്ഞ 3 മാസത്തെ ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോളുകളുടെ ഡീറ്റെയിൽസ് വേണം. ഞാൻ ഈ വെസ്റ്റിലെ CI ആ. ഈ നമ്പറിന്റെ പ്രിന്റ് ഡീറ്റെയിൽസ് ഇപ്പോ ഒരു CBI ഓഫീസർ വന്ന് വാങ്ങിച്ചു പോയതേ ഉള്ളൂ സർ. CBI നമ്മളെക്കാൾ ഒരുപടി മുമ്പിലുള്ളോട് ബൽറാമേ. பரவாயில்ல சார், நம்ம லேட்டா சென்றாலும் லேட்டஸ்டா வருவேன். நான் ஒரு தடவை சொன்னா 150 தடவை சொன்ன மாதிரி. സാറിന്റെ നിഴൽ പോലെ എന്നും കൂടല്ലേ എന്നോട്. ഒരുമാതിരി ദേവസ്വം മന്ത്രി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. സാർ എന്റെ കറുപ്പാ പെട്ടേ. നിന്റെ അച്ഛന്റെ പേരെന്നാ? കുമാരൻ. അല്ലാതെ മമ്മൂട്ടി ഒന്നല്ലോ. എങ്ങനെ ഉണ്ടാവുള്ളൂ? യാറ് അല്ല ബാരാ സാറെ പ്രതി? ജനാർദ്ദനൻ, ചീഫ് എഡിറ്റർ, ഫ്രെയിം ന്യൂസ് സിനിമ വാരിക. നടി സഞ്ജനയും ജനാർദ്ദനുമായിട്ട് എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്തിനാ കുട്ടിയെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ ഗോസിപ്പുകൾ എഴുതിയുണ്ടാക്കിയത്?
ഗോസിപ്പോ ഫ്രെയിം ന്യൂസിലോ സത്യം സത്യമായിട്ടേ ഞങ്ങൾ എഴുതാറുള്ളൂ. ഇത്ര സത്യസന്ധനായ ജനാർദ്ദൻ എന്തിനാ വിമൽ റോയിയെ കൊന്നത്? ഞാനോ? യെസ്, താൻ തന്നെ. തന്റെ മൊബൈൽ ബില്ലിന്റെ കോപ്പി. വിമൽ കൊല്ലപ്പെട്ട ദിവസം 6 പ്രാവശ്യം താനൊരു മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ വിമലിന്റെ പ്രീപെയ്ഡ് കണക്ഷൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വിമൽ കൊല്ലപ്പെട്ട ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. ശരിയല്ലേ? ഞാൻ കൂടുതൽ തപ്പി തടയേണ്ട മിസ്റ്റർ ജനാർദ്ദനൻ. തന്റെ മൊബൈൽ ബിൽ ഇതിനെല്ലാം തെളിവാ. ഇനി പറ, താൻ കേരള പോലീസിനോട് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വിമൽ ഫോട്ടോകൾക്ക് 10 ലക്ഷം രൂപ ചോദിച്ചു. എന്നിട്ട് CBIയിൽ 3-ാം മുറ ഇല്ലെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതാ നല്ലത്. ഞാൻ പറയാം മേഡം. ആ ചെറുപ്പക്കാരനെ കണ്ട ശേഷം ഞാൻ കൂടുതൽ ആലോചിച്ചു. ആ ചിത്രങ്ങൾ പണം കായ്ക്കുന്ന മരമാണ്. വാരികയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ അത് ഉപയോഗിക്കാം. ഞാൻ അയാളെ തിരിച്ചു വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചപ്പോ ഹൈവേയിൽ മണ്ണുത്തിക്കടുത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പഴയ ഓട് ഫാക്ടറിയിലെത്താൻ അയാൾ പറഞ്ഞു. അതനുസരിച്ച് ചോദിച്ച പണവുമായി ഞാൻ അവിടെ എത്തി. ആ നേരത്തെ പരിഭ്രാന്തിയിൽ ആദ്യം തോന്നിയത് പോലീസിന് വിവരം അറിയിക്കാനാ. ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ആ കോളിന് തൊട്ടു മുൻപും അതിനുശേഷവും ജനാർദ്ദനൻ ഒരു മൊബൈലിലേക്ക് വിളിച്ചിരുന്നല്ലോ. അതാരെയാ? അത് പിന്നെ എന്റെ ഭാര്യ ലളിതാബായിയുടെ നമ്പറാ. സത്യത്തിൽ അവളാ എന്നോട് പോലീസിൽ വിവരം അറിയിക്കാൻ പറഞ്ഞത്. ഭാര്യ എന്ത് ചെയ്യുന്നു? അവളൊരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുക. പൂങ്ങുന്നതിനടുത്ത് ലളിതാബായ് ആയുർവേദ സെന്റർ. ഓക്കെ. വിമലിന് നൽകാനുള്ള പണം എവിടുന്നാ കിട്ടിയത്? അത് പിന്നെ എന്റെ ഭാര്യയുടെ പേരിലുള്ള ഹോസ്പിറ്റൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയത്. ഏത് സ്വകാര്യ സ്ഥാപനം? റെഡ്ഡിയർ ഫൈനാൻസേഴ്സ്. എന്നാ പണം വാങ്ങിയത്? അത് അന്ന് തന്നെ ആ പയ്യൻ മരിച്ച ദിവസം, അതായത് മെയ് 5-ന്. റെഡിയർ ഫൈനാൻസേഴ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞു പറയൂ. 0487. എനിക്ക് നല്ല ഓർമ്മയില്ല മേഡം. മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് നോക്കിയേ. 263355. അപ്പൊ കാണാപ്പാട് അറിയാവുന്ന നമ്പറാ, അറിയില്ല എന്ന് പറഞ്ഞതല്ലേ? ഹലോ, റേഡിയോ ഫൈനാൻസസ്. ദിസ് ഇസ് നന്ദിനി വർമ്മ ഫ്രം CBI. ഈശ്വരാ. മെയ് 5-നോ അതിനു മുൻപോ അങ്ങനെ ഒരു ലോൺ മിസ്റ്റർ ജനാർദ്ദനൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് വിമലിന് കൊടുക്കാനുള്ള പണം കിട്ടിയത്? അത് ഞാൻ പറയാം. 10 ലക്ഷം രൂപയായിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് താൻ പണമില്ലാതെ പോയി വിമലിനെ വകവരുത്തി ആ ഫോട്ടോസ് കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. അവിടെ എത്തിയപ്പോ കണ്ടത് സഞ്ജനയുടെ കുത്തേറ്റ് കിടക്കുന്ന വിമലിനെ. പിന്നെ എല്ലാം എളുപ്പം കഴിഞ്ഞു. വിമലിനെ കൊന്നിട്ട് സഞ്ജന അയാൾക്ക് കൊടുത്ത പണവുമായി ഈ ജനാർദ്ദനൻ പോന്നു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആ പണം കണ്ടിട്ട് കൂടിയില്ല. നിഷേധിക്കണ്ട. സംഭവം നടന്നതിന്റെ പിറ്റേന്ന്, അതായത് മെയ് 6-ന് റെഡ്ഡിയർ ഫൈനാൻസേഴ്സിൽ തന്റെയും മഞ്ഞപത്രം ഫ്രെയിം ന്യൂസ് പ്ലഡ്ജ് ചെയ്ത് വർഷങ്ങൾക്ക് മുൻപെടുത്ത 6 ലക്ഷം രൂപയുടെ പലിശയും കൂട്ടുപലിശയും അടക്കം താൻ സെറ്റിൽ ചെയ്തു. ശരിയല്ലേ? കൂടുതൽ തെളിവുമായി ഞങ്ങൾ വരുമ്പോ താൻ ഇവിടെ തന്നെ കാണണം. ഓക്കെ? ഇതിലിവരുന്ന് സമ്മതിക്കണം. സാറേ, അവരിപ്പോ വന്നിട്ട് പോയി. എന്നെ പിടിച്ച് കുറെ കൊടഞ്ഞു. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. സാറിന്റെ പേര് ഞാൻ പറയൂ. അവരുടെ വണ്ടി ഒരു ഇന്നോവ, ബ്ലൂ കളർ, KL 01 AH 1362. ശരി, ഓക്കെ. ഓ ഈശ്വര, ഇത് ഞാൻ ഓക്കെ ആക്കി തരാം. സത്യം സാറേ, ഞാനാ വിമൽകുമാർ. സോറി, കോൺസ്റ്റബിൾ ബൽറാം. നീയൊക്കെ ഞങ്ങളുടെ സഞ്ജന മേഡത്തെ കുടുക്കുമല്ലേ?
ആരോ വിളിച്ചിട്ട് വന്ന മാതിരി സ്റ്റുപ്പിഡ്. കീപ് ഇറ്റ് അപ്പ്.